ഇത്തവണ കേന്ദ്ര സർക്കാർ അധികാരത്തിലേറിയത് മുതൽ ഈ സർക്കാരിന് അധികം ആയുസ്സുണ്ടാകില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാക്കളുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി അതിന് ബലം പകരുന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ അധികകാലം വാഴില്ല എന്ന് ബംഗാൾ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും സംയുക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ബംഗാളിൽ നടന്നൊരു റാലിക്കിടയിൽ ഇവരും കൂടിക്കാഴ്ച നടത്തി. മമതാ ബാനർജി പറയുന്നത് ഏതു സമയവും ഈ സർക്കാർ വീഴും, അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, തങ്ങൾ ഇതിൽ യാതൊരു റോളുമില്ല, തങ്ങൾ വെറും കാഴ്ചക്കാർ മാത്രമാണ് എന്നുകൂടി അവർ പറയുന്നു. അഖിലേഷ് യാദവ് പറയുന്നത് ഇത് അധികകാലം നിലനിൽക്കുന്ന ഒരു സർക്കാരേ അല്ല, കാരണം ഇത് അനിശ്ചിതത്വത്തിൽ തന്നെയാണ്, ഈ സർക്കാരിന് കരുത്തില്ല എന്ന് തന്നെ പറയുന്നു. ഏതായാലും കാര്യങ്ങൾ അണിയറയിൽ നീങ്ങുന്നുണ്ട് എന്നുള്ളൊരു സൂചന തന്നെയാണ് ഇരുവരും നൽകുന്നത്. അവർ പറയുന്നത് തങ്ങളായിട്ടല്ല ഇതിന് മുൻകൈ എടുക്കുന്നതും മറിച്ചിടുന്നതൊക്കെ സ്വാഭാവികമായി വീഴുന്നതാണ്, തങ്ങളതിൻ്റെ കാഴ്ചക്കാരായിരിക്കും. ഏതായാലും കേന്ദ്ര സർക്കാർ ഉടൻ വീഴും എന്ന് തന്നെ ഈ ഇരു നേതാക്കളും പറയുന്നു. കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലും ഉത്തർപ്രദേശിലുമൊക്കെ കരുത്ത് തെളിയിച്ച നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളുമൊക്കെയാണ് ഇവർ. ഇനി അണിയറയിൽ എന്താണ് ഒരുക്കമെന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.